നമസ്കാരം, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജെമിനൈക്ക് 2025 എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പം നമ്മൾ ജാനുവരി തൊട്ട് ഡിസംബർ വരെ നോക്കും. അതുകൂടാതെ നമ്മൾ സക്സസ്, വെൽത്ത്, ലവ്, ഹാപ്പിനെസ്, കരിയർ, മാരേജ് ഇതും നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജാനുവരി മന്തിൽ ജെമിനൈക്കാർക്ക് എന്തായിരിക്കും? ജാനുവരി മന്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് സ്റ്റാഫാണ്. അതായത് യു വിൽ ബി ടേക്കൺ കെയർ ഓഫ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മേ ബി നിങ്ങളൊരു ഡിവൈൻ ഫോഴ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ജാനുവരി മന്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ജാനുവരി മന്ത് പറയുന്നത്. ഇനി ജെമിനൈക്കാരുടെ ഫെബ്രുവരി മന്ത് നോക്കാം. 2025 ഫെബ്രുവരി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ത്രോൺ, പൊസിഷൻ ഓഫ് അതോറിറ്റിയാണ്. ഇത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു അതോറിറ്റി പൊസിഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അതോറിറ്റി ഫിഗറിൽ നിന്ന് ഒരു സഹായം കിട്ടാനോ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ളൊരു സഹായം കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി മാർച്ചിൽ നിങ്ങൾക്ക്, ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. ജെമിനൈക്കാരുടെ മാർച്ച് റീഡിംഗ് ആണ്. മാർച്ചിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആപ്പിളാണ്. ടെംപ്റ്റേഷൻ വിൽ ടെസ്റ്റ് യു. അതായത് നമുക്കിങ്ങനെ പറയാം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തിരിയാൻ, നിങ്ങൾ എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ ആ ഗോൾസിൽ നിങ്ങൾ ശ്രദ്ധ തിരിഞ്ഞു പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആവാനോ ഒബ്സസ്ഡ് ആവാനുള്ളൊരു സാധ്യതയും മാർച്ചിൽ കാണിക്കുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. ജെമിനൈ 2025 ഏപ്രിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഏപ്രിലിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാസ്കറ്റ് ആണ്. സമ്മൺ ഗോയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ ദ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് പോകാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ ആ സിറ്റുവേഷന് ഒരു എൻഡ് വരാനോ ഉള്ള സാധ്യതയാണ് ഏപ്രിലിൽ കാണിക്കുന്നത്. നമ്മുടെ വിഷുവൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ഇനി മെയിൽ ജെമിനൈക്കാരുടെ റീഡിംഗ് എന്തായിരിക്കും? മെയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സ്ലോലി ബട്ട് ഷ്യൂർലി ഗെറ്റിംഗ് എഹെഡ്, ടോർട്ടോയ്സ് ആണ്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പതിയായിരിക്കും ചെയ്യേണ്ടത് മെയിൽ, പക്ഷെ നിങ്ങൾ ഷ്യൂർലി നിങ്ങളുടെ സക്സസ് പോയിന്റിലോട്ട് എത്തുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു അതോറിറ്റി ഫിഗറിൽ നിന്ന് സഹായം കിട്ടാനൊരു സാധ്യതയുണ്ട് ഫെബ്രുവരിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അതോറിറ്റി പൊസിഷനിൽ ജോബിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയോ, അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജോബിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ സ്ലോ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. മെയ് മാസത്തിൽ സ്ലോ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. കുറച്ച് സമയം എടുത്തായാലും നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നതാണ് പറയുന്നത്. ജൂണിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ജെമിനൈക്കാരുടെ ജൂൺ റീഡിംഗ്. ജൂണിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ന്യൂ ജോബ് ഓർ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ആരെങ്കിലും പുതിയ ജോലിക്കോ കരിയറിനോ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജെമിനൈക്കാരുടെ റീഡിംഗ് ആണ് പറയുന്നത് കേട്ടോ. 2025 ജൂണിൽ നിങ്ങൾക്കൊരു പുതിയ ജോബോ കരിയറോ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി ജൂലൈയിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ജൂലൈയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കീ ആണ് സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലം. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു കീ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, ഒരു ഐഡിയ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കീ എന്ന് പറയുമ്പോൾ ഒരു വാതിൽ തുറക്കാനുള്ള ഒരു ഇതാണല്ലോ. അപ്പം നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ കിട്ടാനുള്ള സാധ്യതയാണ് ജൂലൈയിൽ കാണിക്കുന്നത്. ഇനി ഓഗസ്റ്റിൽ നോക്കാം. ജെമിനൈക്കാരുടെ ഓഗസ്റ്റ് റീഡിംഗ്. ജെമിനൈക്കാർക്ക് ഓഗസ്റ്റിൽ കിട്ടിയിരിക്കുന്ന ഏഞ്ചലാണ് സ്പിരിച്വൽ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഏഞ്ചൽ ഗൈഡൻസ് നിങ്ങൾക്ക് സഹായകമായി ഉണ്ടാകും. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏഞ്ചലിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലരിപ്പം 111, 1111, 222 അങ്ങനെ നമ്പേഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ മേ ബി അങ്ങനെ ഒരു കാണാനുള്ള സാധ്യതയും ആ മന്തിൽ കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്നാണ്. ഓഗസ്റ്റ് മന്തിൽ ജെമിനൈ റീഡിംഗ് ആണ് കേട്ടോ. ഇനി സെപ്റ്റംബർ മന്തിൽ എന്താണെന്ന് നോക്കാം. സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഡീലിംഗ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ. അതിന് നമുക്ക് ഒരു കാർഡ് കൂടി ക്ലാരിഫിക്കേഷൻ എടുക്കാം. സെപ്റ്റംബർ മന്ത് ഫോർ ജെമിനൈ.
സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്ക് ഇത് ഒന്നെങ്കിൽ റൊമാൻസിലായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കാം. ഈ ഒരു മാൻ നിങ്ങളെ സഹായിക്കും. ഒന്നെങ്കിൽ റൊമാൻസിലായിരിക്കാം, നിങ്ങളൊരു ഓൾഡർ മാനുമായിട്ട് റൊമാൻസിൽ എൻ്റർ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ഓൾഡർ പേഴ്സൻ്റെ സഹായം കിട്ടാനുള്ള സാധ്യതയും കാണിക്കുന്നതാണ് സെപ്റ്റംബറിൽ കിട്ടിയിരിക്കുന്നത്. ഡീലിംഗ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ. പിന്നെ നിങ്ങൾ റൊമാൻസിലും ബിസിനസ്സിലും ഒരു സഹായം കിട്ടാനുള്ള സാധ്യതയും ഈ ഓൾഡർ മാനിലൂടെ സഹായം കിട്ടാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡർ മാൻ കാരണം നിങ്ങൾക്ക് ഈ റൊമാൻസിലോ ബിസിനസ്സിലോ ഒരു പ്രശ്നങ്ങൾ, അതായത് പാർട്ടിങ് വരാനുള്ള സാധ്യതയും കാണിക്കുന്നു. കാരണം ബ്രോക്കൺ റിംഗ് ആണ് കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് രണ്ട് രീതിയിലും എടുക്കാം. അത് ഓരോരുത്തർക്ക് എങ്ങനെയാണ് അതനുസരിച്ച്. ജനറൽ റീഡിംഗ് ആണല്ലോ. അപ്പോൾ ഒക്ടോബറിൽ നോക്കാം. ഒക്ടോബറിൽ നിങ്ങൾക്ക് കുറച്ച് ബുൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഒപ്പോസിഷൻ, ഷോ സ്ട്രെങ്ത് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. നിങ്ങൾക്ക് സ്ട്രെങ്ത്തും ഫോർട്ടിറ്റ്യൂഡും കാണിക്കേണ്ട ഒരു സമയമാണ് ഒക്ടോബറിൽ. എന്ത് ഒപ്പോസിഷൻ വന്നാലും നിങ്ങൾ ബാക്കിലേക്ക് പോകാതെ സ്ട്രെങ്ത്തും ഫോർട്ടിറ്റ്യൂഡും കാണിക്കേണ്ട ഒരു സമയമാണ് ഒക്ടോബറിൽ കാണിക്കുന്നത്. അടുത്ത നവംബർ റീഡിംഗ് എന്താ നോക്കാം. ജെമിനിക്കാരുടെ നവംബർ റീഡിംഗ്. ബാറ്റ് ടേക്ക് കെയർ, എനിമീസ് ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് യു. എനിമീസ് നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യാനുള്ള സാധ്യത നവംബറിൽ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് ജെമിനിക്കാരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ചെയ്യണമെന്നില്ല. കുറച്ച് എനിമീസ് നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. നവംബറിലാണ് കുറച്ച് എനിമീസ് നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക. എനിമീസ് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്, ഏഞ്ചലിൻ്റെ സഹായമുണ്ട്. അതുകൊണ്ട് ഏഞ്ചൽസ് നിങ്ങൾ രക്ഷിച്ചോളൂ എനിമീസിൽ നിന്ന്. അടുത്ത ഡിസംബറിൽ 2025 ഡിസംബറിൽ എങ്ങനെയാണ്? ഡിസംബറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫൈനാൻഷ്യൽ ഗെയിൻ ഡോൾഫിൻ ആണ്. യൂഷ്വലി സംതിങ് ഫ്രം യു ഡിഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾക്ക് ഡിസംബറിൽ നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഗെയിൻസ് കിട്ടാനുള്ള സാധ്യതയും കാണിക്കുന്നു. അപ്പോൾ ആകെ കൂടി പ്രശ്നങ്ങളായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർച്ചിൽ മാത്രമാണ്. പിന്നെ സെപ്റ്റംബറിലും കുറച്ച് പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാ മാസത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സഹായം കിട്ടാനും ഫൈനാൻഷ്യൽ ഗെയിൻ കിട്ടാനും പുതിയ ഐഡിയാസ് വരാനും പുതിയ ജോബ് കരിയർ തുടങ്ങാനും സ്ലോലി ആണെങ്കിലും സ്റ്റഡിലി ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ലവ് ആൻഡ് മാരേജ് ജെമിനിക്കാരുടെ സ്പെസിഫിക്കലി എങ്ങനെയായിരിക്കും എന്നുള്ളത്, അങ്ങനെ ലവ് ആൻഡ് മാരേജ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട്. തിങ്സ് വിൽ നോട്ട് ബി ദിസ് വേ, എ ചേഞ്ച് ഈസ് കമ്മിങ്. ലവിലും മാരേജിലും പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണോ ഉള്ളത്. ഇപ്പോൾ പ്രശ്നത്തിലാണുള്ളതെങ്കിൽ ആ പ്രശ്നത്തിൽ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് പ്രശ്നത്തിലാണുള്ളതെങ്കിൽ അത് ഷുവറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ചേഞ്ചിലേക്ക് പോരാനുള്ള സാധ്യതയുണ്ട്. കാറ്റർപില്ലർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പ്രശ്നത്തിലൂടെയാണല്ലോ ഒരു ബട്ടർഫ്ലൈയിലോട്ട് മാറുന്നത് കാറ്റർപില്ലർ എന്ന് വെച്ചാൽ കുറേ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ടാവും. അതാണ് ലവ് ആൻഡ് മാരേജിന് കിട്ടിയിരിക്കുന്നത്. ഇനി കരിയറിന് എന്താണെന്ന് നോക്കാം. കരിയർ കാർഡ് ഫോർ ജെമിനി. വാർണിംഗ് യു ഓഫ് എ പ്രോബ്ലം ഐദർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. കരിയറിന് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഓൾഡർ മാൻ നിങ്ങളുടെ ബിസിനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ ഒരു ഓൾഡർ മാൻ നിങ്ങൾക്ക് മേ ബി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധ്യത, ഒരു അതോറിറ്റി പൊസിഷനിലുള്ള വ്യക്തിയോ ഒരു ഓൾഡർ മാനോ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളെപ്പോഴും കരുതിയിരിക്കണം. പിന്നെ എനിമീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു നവംബറിൽ. അപ്പോൾ ആ എനിമീസിനും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ഡീൽ ചെയ്യാൻ. നിങ്ങളുടെ ജനറൽ വെൽത്ത് എങ്ങനെയാണ്? വെൽത്ത് നമ്മുടെ ഡിസംബറിൽ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ ജനറൽ വെൽത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ വെൽത്തിന് പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് ഉണ്ടാവും. വെൽത്ത് നല്ല രീതിയിൽ ഈ 2025 ജെമിനിക്ക് കിട്ടാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ഓവറോൾ ഹാപ്പിനെസ്, സക്സസ്സും ഹാപ്പിനെസ്സും എങ്ങനെയാണെന്ന് നോക്കാം. ഓവറോൾ സക്സസ് നോക്കാം ആദ്യം. ഓവറോൾ സക്സസ് ഫോർ ജെമിനി. ഡിസപ്പോയിൻമെൻറ്റ് ഇൻ എ ഫ്രണ്ട് ഓർ ലവറാണ് കാണിക്കുന്നത്. സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും, ഇത് ഫ്രണ്ടിലെ ലവറിന് മാത്രമല്ല ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് സക്സസിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇനി ഓവറോൾ ഹാപ്പിനെസ് എങ്ങനെയാണെന്ന് നോക്കാം.
ഓവറോൾ ഹാപ്പിനെസ്സിൻ്റെ ലെവൽ, ജെമിനൈക്കാർക്ക് ഓവറോൾ ഹാപ്പിനെസ്സിൻ്റെ ലെവലിന് ഞാൻ 2 കാർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓവറോൾ ഹാപ്പിനെസ്സിൽ കിട്ടിയിരിക്കുന്ന എലഫൻറ്റും ചെയിനും ആണ്. അപ്പോൾ കുറച്ച് ചെയിൻ ഓഫ് ഈവൻറ്റ്സ് നിങ്ങൾ 2024 നിങ്ങൾ ചെയിൻ ഓഫ് ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നെങ്കിൽ ആ ചെയിൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. ആ ചെയിൻ ഓഫ് ഈവൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം. 2024 തന്നെ ചെയിൻ ഓഫ് ഈവൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പിന്നെ ഹാപ്പിനെസ്സിൽ വേറൊരു കാര്യം കിട്ടിയിരിക്കുന്നത് എലഫൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് എലഫൻ്റ്. അതുകൂടാതെ നിങ്ങൾ ലോങ് ജേർണീസ് ഒന്നെങ്കിലും മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ജേർണീസിൽ പോകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജെമിനൈ റീഡിംഗ് ഫോർ 2025. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സോഡിയാക് സൈനായിട്ട് അടുത്ത ദിവസം വരുന്നവരെ നന്ദി, നമസ്കാരം.